ഹായ് എവരിവൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ആക്ച്വലി ഞാനൊരു ചെറുകഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കഥ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിലും മറ്റും പഠിച്ചിട്ടും നമ്മൾ അറിഞ്ഞിട്ടുമുള്ള ഒരു കഥ തന്നെയാണ്. എല്ലാവരും കേട്ടുപരിചയമുള്ള ഒരു കഥ തന്നെയാണ്. പക്ഷേ ഈ കഥ ഇവിടെ വീണ്ടും പറയേണ്ടി വരുന്നതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മൾ ആ കഥയ്ക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ കഥയെ നമ്മൾ വെറും ഒരു കഥ മാത്രമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും നമുക്കുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സാഹചര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. സോ ഈ കഥ ഇവിടെ വീണ്ടും പറയേണ്ട ഒരു അവസ്ഥയുണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനുഷ്യൻ ജീവൻ രൂപപ്പെട്ടിട്ടുള്ളതെന്നും നമ്മൾ എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്ത് വന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, മറ്റ് ജീവികൾ, എന്താണ് മനുഷ്യ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കൊരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഓൾമൈറ്റി, ഒരു ദൈവം വേണം എല്ലാം സൃഷ്ടിക്കാൻ എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കുന്നതും ആ വിചാരത്തിൽ നിന്നും ഈ പറയുന്ന പലതരത്തിൽ പല ദേശത്തു നിന്നും അവർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള പല മതങ്ങളുണ്ടാവുന്നതും ആ മതത്തിലെ പല ദൈവങ്ങളും എന്നിട്ട് ഈ പല ദൈവങ്ങളും മതങ്ങളും വെച്ച് ഇന്ന് നമ്മളെല്ലാവരും ഒരു കൂട്ടമായി ജീവിക്കുന്ന മനുഷ്യരാകുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മറ്റവൻ വേറെ മതമാണെന്നും ഞാൻ ഇന്ന മതമാണെന്നും നമ്മൾ തർക്കിക്കുന്നതും തല്ലുകൂടുന്നതും ഇതൊക്കെ ഈ പറയുന്ന നമ്മളെന്താണെന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചം നമ്മളിൽ എത്താത്തത് കൊണ്ടാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഇതും അതിന് ഉപകരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഈ കഥയെ ഇവിടെ പറയാൻ വിചാരിക്കുന്നത്. സോ നിങ്ങളൊന്ന് കേട്ട് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കൂ. ഇത് എത്രത്തോളം ഇതിൽ ഒരു കാര്യമുണ്ട് എന്നുള്ളതും പിന്നെ നമ്മുടെ ഇപ്പൊ ഈ മതങ്ങൾ പഠിപ്പിക്കുന്ന കഥകളിലെ കാര്യങ്ങൾ എത്രത്തോളം വ്യക്തമാണ് എന്നുള്ളതും ഒന്ന് കമ്പയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഉത്തരം ഇത് നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. സോ ഈ കഥ എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ ജീവൻ അല്ലെങ്കിൽ പരിണാമം ഇതിനെയൊക്കെ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ചെറിയ കഥയായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഞാനൊരു ശാസ്ത്രജ്ഞനാണോ, ഒരു ബയോളജിസ്റ്റ് ആണോ, ഫിസിസിസ്റ്റ് ആണോ എന്നൊക്കെ തോന്നാം. ഞാനിതൊന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. എന്നാൽ കൂടെ എനിക്കിതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരും മറ്റ് ആളുകളും നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്തുനിന്നുണ്ട്. സോ ഇതൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കാനും ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ബോധം വരികയാണ്. ആ ഒരു രീതിയാണ് ശാസ്ത്രബോധം എന്ന് പറയുന്ന രീതി നമുക്ക് നൽകുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭാവന. സോ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ അത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. അതായത് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഫോൾസിഫിക്കേഷൻസും എല്ലാം വച്ചുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ തെളിവുകൾ എല്ലാത്തിനും വേണമെന്ന് നിർബന്ധമില്ല. തെളിവുകൾ ഇന്നില്ലെങ്കിൽ നാളെ ഉണ്ടാവാം. അതിന് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഏറ്റവും റിയാലിറ്റിയെ അടുത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നതാണ് ശാസ്ത്രത്തിൻ്റെ പഠനരീതി എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ മതഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാം ദൈവം ചെയ്യുന്നു, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്ന കഥകളിലെ കാര്യങ്ങളും റിയാലിറ്റി അല്ലെങ്കിൽ സയൻസ് എന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുടെ വിശകലനവും ഒക്കെ നമുക്കൊന്ന് എടുത്തു നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു പല്ലവിയാണ്, ശാസ്ത്രം പറയുന്നതൊക്കെ ശരിയാണോ? ശാസ്ത്രത്തിന് പല തെറ്റുകളും പറ്റാറില്ലേ? ശാസ്ത്രം മുട്ടുകുത്തിയ എത്ര മേഖലകളുണ്ട്? ശാസ്ത്രത്തിന് പറ്റാത്തതൊക്കെ ദൈവത്തിനേ കഴിയൂ. ദൈവം പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ്. ശാസ്ത്രത്തിനൊന്നും അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൊച്ചാക്കി കാണാറുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ശാസ്ത്രം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ സുഖകരമായി ജീവിക്കുന്നതും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ശാസ്ത്രത്തിന്റെ അഡ്വാൻസ്മെന്റ് കൊണ്ട് മാത്രം നമുക്കുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ശാസ്ത്രത്തിന് കുറ്റം പറയാനും തള്ളിപ്പറയാനും. ഇനി ഇതേ പറയുന്ന ആളുകൾ നമ്മൾ ഈ പറയുന്ന ശാസ്ത്രത്തിന്റെ സംഭാവനകളായിട്ടുള്ള ആശുപത്രിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും നമ്മൾ വാക്സിൻ എടുക്കുന്നതും ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു, നിത്യാന്തര ജീവിതത്തിൽ നമ്മൾ സുഖിച്ച് ജീവിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇതേ ശാസ്ത്രം പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ വളരെ നിസ്സാരമായി തള്ളിക്കളയണം. അതെന്തുകൊണ്ടാണ്? അതല്ലേ നമ്മൾ ആക്ച്വലി വിശകലനം ചെയ്യേണ്ടത്. ഈ പരിണാമത്തെ നമ്മൾ തള്ളിക്കളയേണ്ട അവസ്ഥ വരുന്നതും അല്ലെങ്കിൽ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഇത് വരുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മസ്തിഷ്കം കൊണ്ട് നമുക്ക് ചിന്തിച്ചെത്താൻ കഴിയാത്ത ഒരു ദൈർഘ്യം അല്ലെങ്കിൽ അത്രയും ദൂരം ഈ പരിണാമം എന്ന് പറയുന്ന പ്രക്രിയക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്.
അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ആദ്യത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്, കളിമണ്ണ് കുഴച്ച് സൃഷ്ടിക്കുന്നത് 3000 BC, അവരുടെ ഗ്രന്ഥങ്ങൾ പ്രകാരമാണെങ്കിൽ 3000 BC, അതായത് 6000 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ മനുഷ്യൻ പിറവെടുക്കുന്നത്. ഇതേ സാധനം നമ്മുടെ സയൻസ് പറയുക എന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്ന് ഇതുപോലത്തെ പൊട്ടക്കഥകൾ പറയുകയല്ല ചെയ്യുന്നത്. സയൻസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൊറോക്കോയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഒരു ഹോമോസേപ്പിയന്റെ ഫോസിലിൽ നിന്നും അവർ പറയുന്നത് 3 ലക്ഷത്തോളം വർഷം പഴക്കമുണ്ട് ആ ഫോസിലിന് എന്നാണ്. അതായത് 3 ലക്ഷം വർഷം മുമ്പ് വരെ ഇവിടെ ഹോമോസേപ്പിയൻസ് ജീവിച്ചിരുന്നു. സേപ്പിയൻസിന് മുന്നേ എത്ര ആളുകൾ, എത്ര വംശങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട് നമുക്കറിയാം. ഹോമോ എറക്ടസ്, ഹോമോ ഹാബിലിസ്, നമ്മളെ ഓസ്ട്രലോപിത്തക്കസ്, ഒരുപാട്, അതിലേക്കൊക്കെ ഞാൻ വരാം. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വ്യത്യാസം വരുന്നത്? ഇത് നമ്മുടെ ബുദ്ധി വെച്ച് നമ്മുടെ ഒരു ശരാശരി മനുഷ്യന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 100 വർഷം നമുക്ക് കൂട്ടാം. 70 വർഷമൊക്കെ തന്നെയാണ്, എന്നാലും ഒരു 100 വർഷം നമുക്ക് മാക്സിമം എടുക്കാം. 100 വർഷം എന്ന് പറയുന്ന ഒരു കാലയളവിൽ നമുക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയും, ഒരു 100 വർഷം മുന്നേ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 100 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അതിലപ്പുറം ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനില്ല എന്നുള്ളതാണ് നമ്മുടെ വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം മുന്നേയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഈ 3 ലക്ഷം വർഷം എന്നൊക്കെ പറയുന്നത് ചില്ലറ കണക്കല്ല. ഇനി കഥയിലോട്ട് നമുക്ക് കടക്കാം. ഈ ഒരു കാര്യം ആണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തതും നമ്മൾ ഇതിനെ ശാസ്ത്രത്തെ തള്ളി പറയേണ്ടി വരുന്നതും ഒക്കെ ഈ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര കാലയളവ് ഈ പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയക്ക് ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഒന്നുകൂടെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു 1 മില്യൺ എന്ന് പറയുന്ന ഒരു അംഗസംഖ്യ നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡിൽ ഒരക്കം വെച്ച് എണ്ണുകയാണെന്ന് കൂട്ടുക. 1, 2, 3 അങ്ങനെ ഓരോ സെക്കൻഡിൽ ഓരോ അക്കം വെച്ച് കൂട്ടുക. 1 മില്യൺ നമുക്ക് എണ്ണി തീർക്കാൻ 11 ദിവസവും 13 മണിക്കൂറും വേണം. ഓക്കെ, ഇതേ സാധനം 10 മില്യൺ നമ്മൾ എണ്ണുകയാണെങ്കിൽ നമുക്ക് 116 ദിവസം വേണം. ശാസ്ത്രം പറയുന്നത് ഭൂമി ഉത്ഭവിച്ചിട്ട് 400 കോടി വർഷം, അതായത് 4 ബില്യൺ ഇയേഴ്സ്, അതാണ് കണക്ക്. ഓക്കെ, ഈ 400 കോടി വർഷം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിച്ചെത്തണമെങ്കിൽ അത് എത്രത്തോളം അസാധ്യമാണെന്ന് അറിയാം. ഞാൻ പറഞ്ഞുതരാം. 4 ബില്യൺ നമുക്ക് ഈ പറഞ്ഞ അതേ റേഷ്യോയിൽ, അതായത് ഒരു സെക്കൻഡിൽ ഒരു അക്കം വെച്ച് എണ്ണുകയാണെങ്കിൽ നമുക്ക് വേണ്ട സമയം 126 വർഷവും 126 വർഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു 60 വയസ്സ് വരെ ജീവിക്കുകയാണെന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിച്ച് മരിച്ച് ഒരു തവണ കൂടെ ഞാൻ ജീവിച്ച് മരിക്കുന്നു. 60, 126, 120 വർഷം. ഞാൻ 2 തവണ ജീവിച്ച് മരിക്കുന്ന സമയം വേണം എനിക്കെന്തിന്? ഒരു സെക്കൻഡിൽ ഒരു നമ്പർ വെച്ച് 400 കോടി എണ്ണി തീർക്കാൻ പോലും എനിക്ക് ഇത്ര സമയം വേണം എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്, നമുക്ക് ചിന്തിച്ചെത്താൻ കഴിയാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ തെറ്റാണെന്നും അതിലൊന്നും കാര്യമില്ല എന്നും നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക. ഇതൊക്കെ ശാസ്ത്രം പറയുന്നത് തെളിവുകളുടെയും നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ ഫോസിൽസിന്റെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ശാസ്ത്രം ഇത്തരം കണക്കുകളും ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ തിയറീസും ഒക്കെ പറയുന്നത്. അതല്ലാതെ വെറുതെ ഇരുന്ന് പറയല്ല. ഞാനിപ്പോൾ ഈ അടുത്ത് നമ്മുടെ ലണ്ടൻ നാച്ചുറൽ മ്യൂസിയത്തിൽ പോയിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് ഫോസിൽസ് അവൈലബിൾ ആണ്. എത്രയോ വർഷങ്ങൾക്ക്, ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന കടലിനടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്പോഞ്ചസും മറ്റ് ഫോസിൽസും ഒക്കെ അവിടെ കൊടുന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശാസ്ത്രബോധം വേണം. ശാസ്ത്രബോധം ഇല്ലാതെ നമ്മൾ ഇതിനൊക്കെ വീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇതൊക്കെ ഒരു കഥ മാത്രമായിട്ട് നമുക്ക് തോന്നും. ഈ പറയുന്ന ഞാൻ അതിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇന്ന് കാണുന്ന ഭൂമി ഉത്ഭവിച്ചത് 4 ബില്യൺ, അതായത് 4000 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൂമിയേ അല്ലായിരുന്നു. അത് വെറും ഒരു തീഗോളമായിരുന്നു, കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തീഗോളം. ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണക്ക് മനസ്സിൽ വച്ചുകൊണ്ട് വേണം അതിനെ വീക്ഷിക്കാൻ. ഞാൻ ഓരോ കാര്യങ്ങൾ പറയും, ഇത് ഇങ്ങനെയായി, അത് കഴിഞ്ഞ് ഇങ്ങനെയായി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു ദിവസം ഇങ്ങനെയായിട്ട് അടുത്ത ദിവസം
മറ്റേ രീതിയിലായതാണെന്ന് അല്ല. അത് വർഷങ്ങളുടെ മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ പരിണാമം കൊണ്ടുണ്ടായതാണ്. സോ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ തീഗോളമായിട്ടുണ്ടായിരുന്ന ഭൂമി എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലായി മാറിയത് എന്ന് വെച്ചാൽ, അവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ഭൂമി ഇത്തരമൊരു മാറ്റത്തിൽ വന്നെത്തിയിട്ടുള്ളത്. അതായത് വർഷങ്ങളോളം അവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ എൻവയോൺമെന്റിൽ ചുറ്റുമുണ്ടായിട്ടുണ്ട്, ഭൂമിയുടെ സറൗണ്ടിങ്സിൽ മൊത്തം. അതായത് സൂര്യരശ്മി പോലും അകത്ത് കടക്കാത്ത രീതിയിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അവിടെ വർഷങ്ങളോളം നിലനിന്നിട്ടുണ്ട്. അതിനൊക്കെ ശേഷം കഠിനമായ മഴ പെയ്യുകയും നമ്മുടെ ഭൂമിയുടെ ഈ ഒരു കത്തിജ്വലിക്കുന്ന ഒരു അവസ്ഥയിൽ മാറ്റം വരികയും, അതുപോലെ തന്നെ ഈ നമ്മുടെ ഭൂമിയിൽ വെള്ളം വന്ന് തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ കൊമറ്റ്, നമ്മൾ ഉൽക്കകൾ എന്ന് വിളിക്കുന്ന സാധനങ്ങൾ പല സമയത്ത് ഒരുപാട് അന്ന് ഭൂമിയിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തൊരു സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ മില്യൺസ് ഓഫ് വർഷങ്ങളുടെ ദൈർഘ്യമെടുക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒരു ദിവസം സംഭവിച്ചു, അടുത്ത ദിവസം ഉൽക്ക വന്നു വീണു, ഇതല്ല. ഓക്കെ. സോ ഈ വന്നു വീഴുന്ന ഉൽക്കകൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്നൊക്കെ പറയുന്ന സാധനത്തിൽ ഒരുപാട് കെമിക്കൽ പാർട്ടിക്കിൾസ് ഉണ്ടായിട്ടുണ്ട്. ഈ കെമിക്കൽ പാർട്ടിക്കിൾസ് നമ്മുടെ വെള്ളത്തിൽ വന്ന് വീഴുകയും, ആ വെള്ളത്തിൽ വന്ന് ഉണ്ടായിട്ടുള്ള കെമിക്കൽ പാർട്ടിക്കിൾസിനെ നമ്മുടെ മിന്നലടിക്കുകയും, മിന്നലും ഈ കെമിക്കൽ പാർട്ടിക്കിൾസും കൂടെ ചേർന്നപ്പോൾ ഒരു പ്രത്യേക തരത്തിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയും ചെയ്തതാണ് നമ്മുടെ ആദ്യത്തെ സെൽ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ കോശം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഇതൊരു തിയറി മാത്രമാണ്. ഇതുപോലെ 2-3 തിയറീസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്താണ് ശാസ്ത്രത്തിന് ഇങ്ങനെ 2-3 തിയറീസ് ഒരേ കാര്യത്തിൽ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അത് തീർച്ചയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രത്തിന്റെ വളർച്ച, ടെക്നോളജിയുടെ വളർച്ച, ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ കണ്ടെത്തലുകളും എവിഡൻസുകളും പുതിയ ഫോസിൽസും മറ്റുമൊക്കെ നമ്മൾ കാണുകയും അതിനെക്കുറിച്ച് പരിശോധന നടത്തുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പുതിയ തിയറീസ് നമ്മൾ ഫോം ചെയ്യുന്നത്. അതിന് അർത്ഥം പണ്ട് നമ്മൾ ഫോം ചെയ്ത ഒരു തിയറി പാടെ തെറ്റാണ് എന്നല്ല. ആ തിയറിയിൽ നിന്നും നമ്മൾ കൂടുതൽ അപ്ഗ്രഡേഷൻസും അപ്ഡേഷൻസും വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ തിയറിയിലേക്കൊക്കെ എത്തുന്നത്. സോ ഒരു തിയറി എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. സോ ഈ ആഴക്കടലിൽ നമ്മൾ പോയിട്ട് അവിടെയുള്ള ഈ ഹൈഡ്രോ തെർമൽ വെൻസ് എന്ന് പറയുന്ന അവിടുത്തെ ചൂടുള്ള ഉറവകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. സോ അതിനൊക്കെ ഒരുപാട് തെളിവുകൾ ഇന്ന് നമുക്കുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നമ്മൾ നടത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഈ കടലിലെ തണുത്ത വെള്ളം അവിടുത്തെ ചെറിയ വിടവുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഭൂമിയുടെ മാഗ്മയിൽ ചെന്ന് അവിടുന്ന് ചൂട് സംഭരിച്ച് ആ ചൂടും ഇതും കൂടെ ലയിച്ചിട്ടുള്ള രാസവസ്തുക്കൾ ഈ പറയുന്ന വെൻസിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്നും, നമ്മുടെ സൂര്യരശ്മികൾ കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ആ സൂര്യരശ്മി വേണ്ട പോലത്തെ ജീവികൾ, അതേ രീതിയിലുള്ള ജീവികൾ ഈ പറയുന്ന വെൻസിന് ചുറ്റും ജീവിച്ചിട്ടുണ്ട് എന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നും അവർക്ക് ഊർജ്ജം നൽകുന്നത് ഈ പറയുന്ന രാസവസ്തുക്കളാണ് എന്നൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പറയുന്ന ഹൈഡ്രോ തെർമൽ വെൻസ് ആണ് നമ്മുടെ ആദ്യ സെല്ല് രൂപപ്പെടാനുള്ള കാരണം എന്നും പറയപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് റിയാലിറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോസിബിൾ ഇവൻസ് ആണ്. സോ ഇതും നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. ഇതുപോലെ പല തിയറീസും ഉണ്ടാവും. സോ നമ്മളൊരു കാര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ, നമ്മളൊരു കഥ രൂപത്തിൽ പറഞ്ഞു പോകുമ്പോൾ, ഇതിൽ ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഇങ്ങനെയും ഇല്ലേ എന്നുള്ള ചോദ്യം തീർച്ചയാണ്. ഇതിൻ്റെയൊക്കെ സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. അതല്ല നമ്മളൊരു കഥ പറയുന്നു, ആ കഥ അതേപോലെയാണ് എന്നുള്ളത് മനസ്സിലാക്കലല്ല. കാരണം നമുക്ക് ഇന്നത് അങ്ങനെയാണോ എന്ന് നമുക്ക് എത്തിപ്പെടാനുള്ള, നമുക്ക് ഇതിനുള്ള അവസരങ്ങളോ നമുക്ക് അതിലോട്ട് എത്തി നോക്കാനുള്ള സാഹചര്യങ്ങളോ നമുക്കിന്നില്ല. ഇത് 4 ബില്യൺ വർഷം മുന്നേ ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. എന്നിരുന്നാൽ കൂടെ ഇത് ശാസ്ത്രബോധത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുമ്പോൾ റിയാലിറ്റിയുമായിട്ട് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള കഥയാണ് ഈ കഥ. ഇപ്പൊ നമ്മൾ പറയുന്നു H2O എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഒരു പ്രത്യേക ഫോർമേഷനിൽ രൂപപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് H2O എന്ന് പറയുന്നത്. അതുതന്നെ അതിന്റെ ഫോർമേഷനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ H2O2 എന്ന് പറയുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് മാറും. ഇതൊക്കെ നമുക്കറിയാം, ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതിലൊക്കെ വിശ്വസിച്ചാലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് നമുക്കറിയാം. നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ നമ്മുടെ ഈ ഇത്തരം റിയാലിറ്റിയിലാണ്. സോ ഇതുപോലെ ഒരു റിയാലിറ്റിയാണ് ഈ കഥയും നമുക്ക് പറഞ്ഞു തരുന്നത്. സോ നമുക്ക് ആക്ച്വലി ഉള്ളത് 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഈ ശാസ്ത്രം പറയുന്ന, പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഏറ്റവും നല്ല പോസിബിലിറ്റി, റിയാലിറ്റിയുമായി അടുത്ത് നിൽക്കുന്ന ഇത്തരം
കഥകൾ നമുക്ക് എടുക്കാം. ശാസ്ത്രബോധത്തോടു കൂടി ലോകത്തെ നോക്കിക്കാണണമെങ്കിൽ ഈ ഒരു കഥ നമുക്കെടുക്കാം. അതല്ലെങ്കിൽ ദൈവം പറയുന്ന തിങ്കളാഴ്ച ഞാനിത് സൃഷ്ടിച്ചു, ചൊവ്വാഴ്ച ഞാൻ സൂര്യനെ ഇതാക്കി, മറ്റേ ബുധനാഴ്ച ഞാന് മറ്റേത് അവിടെ മലയും ഇതൊക്കെ കുത്തിവെച്ചു എന്നൊക്കെ പറയുന്ന കഥ അത് വേണമെങ്കിൽ അതും എടുക്കാം. മണ്ടനാവണോ, നമ്മൾ ശാസ്ത്രബോധത്തോടു കൂടി ചിന്തിക്കണോ, ഉപകാരപ്രദമായിട്ട് ആളുകൾക്ക് നമ്മൾ മാറണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സോ യു ക്യാൻ ചൂസ് വൈസ്ലി. പക്ഷെ അവിടെ ഗൗരവമേറിയ വിഷയം ഇവിടെ നിങ്ങൾ മണ്ടനാവുന്നത് തനിച്ചല്ല എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്ക് മണ്ടനായി നമ്മൾ ജീവിച്ച് മരിച്ചു പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതേ സാധനം നമ്മുടെ കുട്ടികൾക്ക് കൈമാറും. അതേ സാധനം നമ്മളൊരു വലിയ പരമ്പരക്കാണ് കൈമാറി കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മണ്ടത്തരങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ പറഞ്ഞ ശാസ്ത്രബോധത്തോടു കൂടി കാര്യങ്ങൾ വീക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ആ തീരുമാനം തിരഞ്ഞെടുത്താൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ സെൽ, ആദ്യത്തെ കോശം നമ്മുടെ ഭൂമിയിൽ രൂപപ്പെടുന്നത് ഭൂമി ഉണ്ടായതിനു ശേഷം 750 മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിനും ശേഷം 500 മില്യൺ വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് സിംഗിൾ സെല്ലായിട്ടുണ്ടായിരുന്ന സെല്ല്, ആ ഒരു കോശം 2 സെല്ലായിട്ട് വിഭജിക്കുന്നത് 500 മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ്. സോ നിങ്ങൾ ആലോചിക്കുക ഈ ഒരു ദൈർഘ്യം എത്രത്തോളമാണെന്നുള്ളത്. ഭൂമി ഉണ്ടായതിനു ശേഷം 750 മില്യൺ വർഷങ്ങൾ വരെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ആദ്യത്തെ സെല്ല് രൂപപ്പെടുന്നത്. അതിനും ശേഷം 500 മില്യൺ വർഷങ്ങൾക്കപ്പുറമാണ് ആ സിംഗിൾ സെൽ എന്ന് പറയുന്നത് 2 സെല്ലായി വിഭജിക്കപ്പെടുന്നത്. ആ ഒരു സെല്ല്, അതായത് വെറും സെല്ലായിട്ട് മാത്രം ഇവിടെ ജീവൻ നിലനിന്നിട്ടുള്ളത് 2 ബില്യൺ, അതായത് 200 കോടിയോളം വർഷക്കാലമാണ് വെറും സെൽ ലിവിങ് ഓർഗാനിസമായിട്ട് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിന്നിട്ടുള്ളത്. സോ ഇതൊന്നും നമുക്ക് ആലോചിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത അത്രയും വലിയ കാലദൈർഘ്യം ഇതിനുണ്ട് എന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം സ്പ്ലിറ്റ് ആവുകയും ആ സ്പ്ലിറ്റ് ആയത് വീണ്ടും വീണ്ടും സ്പ്ലിറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു വർഷക്കാലങ്ങളോളം. അങ്ങനെ അതിൽ നിന്നും 2 വ്യത്യസ്തമായ സെല്ലുകൾ കമ്പൈൻ ചെയ്യുകയും ആ കമ്പൈൻ ചെയ്തതിൽ നിന്ന് ഒരു പുതിയ സെൽ ഫോം ചെയ്യുകയും ചെയ്ത സമയത്ത് അവിടെ ഒരു വ്യത്യാസം സംഭവിച്ചു, ഒരു ആക്സിഡന്റ്. അതായത് 2 വ്യത്യസ്തമായ സെല്ലുകൾ കമ്പൈൻ ചെയ്തപ്പോൾ ആ 2 സെല്ലുകളുടെയും ജീനുകൾ അവിടെ കൈമാറപ്പെട്ടു. അങ്ങനെയാണ് അവിടെ സെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലോകത്തിലെ, നമ്മുടെ ഭൂമിയിലെ ആദ്യത്തെ സെക്സ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ ഒരു പുതിയ സെല്ലിന്റെ ഫോർമേഷൻ അവിടെ സംഭവിക്കുകയാണ്. അവിടെ സെക്സ് സംഭവിച്ചതോട് കൂടിയിട്ട് മ്യൂട്ടേഷൻ, അതായത് മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ആ സെല്ല്. മുന്നേ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് സെല്ലുകളുടെ പോലെയല്ല പുതിയ ആ ഒരു സെല്ല് വന്നത്. കാരണം 2 പാരന്റ്സിന്റെ ജീനുകൾ ഉൾപ്പെടുന്ന പുതിയ ഒരു സെല്ലായിട്ടാണ് ഈ സെല്ല് രൂപപ്പെട്ടത്. അങ്ങനെ ഈ ഒരു സെല്ല് മറ്റ് സെല്ലുമായിട്ട് കമ്പൈൻ ചെയ്യുകയും മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഭവം നടന്നുകൊണ്ടേയിരിക്കുകയും വ്യത്യസ്ത തരത്തിലുള്ള, വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു. ഇതൊക്കെ വർഷങ്ങളുടെ ദൈർഘ്യമാണെന്നുള്ളത് മറക്കാതിരിക്കുക. അങ്ങനെ 550 മില്യൺ വർഷം മുൻപാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ ഒരു വാട്ടർ വേം എന്ന് പറയുന്ന ഒരു പുഴുവിന്റെ രൂപത്തിലുള്ള ഒരു നമ്മുടെ പൂർവികനായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുന്നത്. ഈ പറയുന്ന നമ്മുടെ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതും ഈ പറയുന്ന വാട്ടർ വേം ആയാലും എല്ലാത്തിന്റെയും ഉദ്ദേശം, അല്ലെങ്കിൽ പരിണാമത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ അത് സർവൈവലാണ്. അതിന് അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒന്നായിട്ട് നിന്ന സെല്ല് 2 ആയത് പോലും അത് തനിച്ച് നിന്നാൽ, അത് നശിച്ചാൽ അത് തീരുമെന്നുള്ളത് കൊണ്ട് അത് 2ആയി വിഭജിക്കുകയും കൂടുതൽ ജീവിക്കാനുള്ള സാധ്യതകൾ അവിടെ രൂപപ്പെടുത്തുകയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന വാട്ടർ വേമിന് അന്ന് കണ്ണ് കാണാനുള്ള ശക്തി അല്ലെങ്കിൽ കാഴ്ചശക്തി ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ മതകഥകളിൽ പറയുന്ന പോലെയല്ല ഇതൊന്നും. വെറുതെ ആടിനും പശുവിനും കൊടുന്ന് അവിടെയും ഇവിടെയും വെക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പരിണാമം എന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് നടന്നിട്ടുള്ള മാറ്റങ്ങളാണ്. സോ ഈ വാട്ടർ വേമിന് കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭക്ഷണം കണ്ടെത്താനും തൻ്റെ എതിരാളികളെ കാണാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഇണയെ കണ്ടെത്താനും ഒന്നും കഴിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ 30 മില്യൺ വർഷത്തോളം കാലം എടുത്തതിന് ശേഷം ഒരു 520 മില്യൺ വർഷത്തിന് മുമ്പാണ് ആദ്യമായിട്ട് ഇതിൻ്റെ സ്കിന്നിൽ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയും ഈ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തെ അകത്തേക്ക് കടത്താനുള്ള ഒരു രീതിയിൽ അതിന് കാഴ്ചശക്തി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചശക്തി അല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള, വെളിച്ചവും ഇരുട്ടും തമ്മിൽ വേർതിരിച്ച് കാണാനുള്ള രീതിയിൽ അവരുടെ സ്കിൻ മ്യൂട്ടേറ്റ് ആയി
അവർക്ക് കാഴ്ച കിട്ടുന്നത് ഭക്ഷണം കണ്ടെത്താനും ഇരകളിൽ നിന്നും ഐ മീൻ പ്രിഡേറ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നതും ഈ ഒരു കാഴ്ചശക്തി കിട്ടുന്നതോട് കൂടിയിട്ടാണ്. സോ ഇതൊക്കെ ഈ പറഞ്ഞ 30 മില്യൺ വർഷമെടുത്തു അതിന് ഈ ഒരു പ്രകാശം തിരിച്ചറിയാൻ പോലും എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഞാൻ ഈ കഥ പറഞ്ഞു പോകുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വാട്ടർ വേം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇത് ഈ ഒരൊറ്റ വാട്ടർ വേം അല്ല അവിടെ ഉള്ളത്. അവിടെ പല തരത്തിലുള്ള ജീവികളും പലതരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ശത്രുക്കൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ടുള്ള പല സെല്ലുകളിൽ നിന്നും ഈ പറഞ്ഞ സെക്സ് രൂപേണ പല മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ജീവികളാണ്, അല്ലെങ്കിൽ ഓർഗാനിസംസ് ആണ്. അത് മനസ്സിലാക്കുക. അല്ല നമ്മൾ ഈ പറഞ്ഞൊരു ഒറ്റ വാട്ടർ വേം ആ വെള്ളത്തിലുണ്ടായിരുന്നു എന്നല്ല അതിനർത്ഥം. അവിടെ ഒരുപാട് ഇതുപോലത്തെ ജീവികളും പലതരത്തിലുള്ള സാധനങ്ങളും ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ ഈ കഥ പറഞ്ഞു പോകുന്നത് ഒരൊറ്റ ഒരു ജീവിയുടെ കഥയിലൂടെ എന്ന രീതിയിലാണ്. ഓക്കെ, ഇത് ഇങ്ങനെ പരിണമിച്ചു, അതിനുശേഷം അവിടെ നിന്നും പരിണമിച്ചു എന്ന രീതിയിലാണ്. പക്ഷെ നിങ്ങൾ കണക്കാക്കേണ്ടത് അത് മാത്രമല്ല ലോകത്തുണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ കൂടെ തന്നെ പലതരത്തിലുള്ള ആളുകളും അവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നുള്ളത് കൂടെ അതിൽ ഓർക്കുക എന്ന്. അങ്ങനെ വർഷങ്ങളുടെ പരിണാമത്തിന് ശേഷം നമുക്ക് കാഴ്ചശക്തി കിട്ടി. എന്നാൽ ഈ കാണുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കണ്ണിന്റെ പിന്നിലായിട്ട് ഒരു നെർവ് ഫോം ചെയ്യപ്പെടുകയാണ്. ആ നെർവിലൂടെ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്നുള്ളത് പാസ് ചെയ്യാനുള്ള ഒരു പുതിയ ഒരു സിസ്റ്റം നമ്മുടെ തലയിൽ ഉത്ഭവിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളൊരു മീനിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ പരൽമീനിന്റെ വലിപ്പമുള്ള ഒരു ജീവിയായിട്ട് ആണ് അന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ പറയുന്ന മീനിന് അന്ന് കാര്യങ്ങൾ കാണാനും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള പ്രാപ്തി എത്തിയ ഒരു സമയമായിരുന്നു ആ ഒരു കുഞ്ഞു മീനിന്റെ സമയം എന്ന് പറയുന്നത്. അതായത് ശത്രുക്കളെ കാണുമ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്നും ഈ ഭക്ഷണം കാണുമ്പോൾ അത് കഴിക്കാൻ ഇരയെ പിടിക്കണമെന്നൊക്കെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ഒരു മീനായിട്ടാണ് നമ്മളപ്പോൾ പരിണമിച്ചിട്ടുള്ളത്. അങ്ങനെ 375 മില്യൺ വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു കാൽപാദത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു മീനായി മാറിയിട്ടുണ്ട്. ഈ ഒരു മാറ്റം ചെറിയ മാറ്റമല്ല. നമ്മുടെ പല്ലുകൾക്ക് കട്ടി കൂടിയിട്ടുണ്ട്, ഷാർപ്പൻ ടീത്ത് ആയിട്ടുണ്ട്. നമ്മുടെ ബോഡി നല്ല ശക്തിയുള്ള പുറം തൊലി ഒക്കെ നല്ല കട്ടിയുള്ള തൊലിയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ താടിയെല്ലുകൾ വളർന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സർവൈവലിന് വേണ്ടി നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ പ്രിഡേറ്റർ ആയിട്ടുണ്ടായിരുന്ന അനോമലക്കാരസ് എന്ന് പറയുന്ന അന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രുവായിരുന്നു ആ പറയുന്ന ഒരു വെള്ളത്തിലെ ഒരു ജന്തുവായിരുന്നു. ആ ജന്തുവിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങളുടെ പരിണാമത്തിന്റെ ഫലമായിട്ടാണ് നമുക്കുണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങളെല്ലാം തന്നെ. നമ്മളൊരു സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിൽ നിന്നും ഈ പറഞ്ഞ ഒരു കാൽപാദത്തിന്റെ അത്ര വലിപ്പമുള്ള ഒരു മീനാവാൻ വേണ്ടി നമുക്ക് എടുത്തത് 3 ബില്യൺ വർഷമാണ്. അതായത് 300 കോടി വർഷം. ആലോചിക്കുക. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. എന്നാൽ ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ആഴക്കടലിലേക്ക് പോകണം. ആഴക്കടലിലാണെങ്കിൽ ഓക്സിജന്റെ കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. സോ പിന്നെ ഉള്ളത് നോർമൽ കടലിലാണ്. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മളെക്കാൾ വലിയ മീനുകൾ നമ്മളെ വേട്ടയാടാൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടും ഈ പ്രിഡേറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഷാലോ വാട്ടർ. അതായത് ചതുപ്പ് വെള്ളത്തിൽ പോയിട്ട് അവിടുത്തെ ചെറിയ പ്രാണികളെയും മറ്റും കഴിക്കുക എന്നൊരു പ്രക്രിയ നമ്മൾ ശീലിക്കാൻ തുടങ്ങി. അങ്ങനെ പോയ സമയത്ത് ഈ ഫിൻസ് എന്ന് പറയുന്ന, അതായത് നമുക്ക് ചിറകുകളാണ് ഉണ്ടായിരുന്നത്. വെള്ളത്തിൽ നീന്താനും ഇതാക്കാനുമുള്ള ചിറകുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സാധാ ചിറകിൽ നിന്നും നമ്മുടെ ഈ ഫിൻസ് റേ ഫിൻസിൽ നിന്നും ലോബ് ഫിൻസ് ആയിട്ട് മാറുകയാണ്. അതായത് നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് കാണുന്ന മനുഷ്യർക്കും പട്ടികൾക്കും മറ്റെല്ലാവർക്കും ഉള്ള ഈ നമ്മുടെ കൈ, ഈ പറയുന്ന ഉൾന റേഡിയസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു കൈയിന്റെ ഈ ഒരു രൂപത്തിലുള്ള ഒരു സാധനം അവിടെ ആദ്യമായിട്ട് രൂപപ്പെടുകയാണ്. കാരണം ചതുപ്പ് നിലങ്ങളിൽ അവർക്ക് വെള്ളത്തിൽ തുഴയുന്ന പോലെ തുഴഞ്ഞാൽ മാത്രം പോരാ. അവിടെ കുറച്ചുകൂടെ ഈ പറഞ്ഞ മണലിലും മറ്റും ഒക്കെ മാന്താനും അതിൽ എഴയാനും അതിൽ ഇരയെ പിടിക്കാനും ഒക്കെ അവർക്ക് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ലോബ്സ് വേണം, ഐ മീൻ ഫിൻസ് വേണം. സോ അതിനാണ് നമുക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ കൈയിന്റെ രൂപത്തിലുള്ള ഫിൻസ് രൂപപ്പെടുന്നത്. മീനുകൾക്ക് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് 2 തരത്തിൽ കാണാൻ കഴിയും. ഒന്ന് റേ ഫിൻസും ഒന്ന് ലോബ് ഫിൻസുമാണ്. സോ അതിന്റെ മാറ്റം പരിണാമമാണ്. അത് മനസ്സിലാക്കുക. ഒരേ കടലിൽ ജീവിക്കുന്ന ജീവിക്ക് എന്തിനാണ് 2 തരത്തിലുള്ള കൈകൾ അല്ലെങ്കിൽ 2 തരത്തിലുള്ള ചിറകുകൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം നൽകാൻ കഴിയുന്നത് ശാസ്ത്രത്തിന്റെ പഠനമാണ്.
തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിന് മാത്രമേ അതിന് കഴിയൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രബോധമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് നമ്മുടെ ശത്രുക്കളായിട്ടുണ്ടായിരുന്ന അന്നത്തെ മീനുകളോടും മറ്റ് ഓർഗാനിസത്തിനോടും നമുക്ക് നന്ദി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. കാരണം അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷാലോ വാട്ടറിലേക്ക് നമ്മുടെ വാസം മാറ്റുന്നതും കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ തുടങ്ങുന്നതും അവിടെ നിന്ന് ഭക്ഷണം കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നതും. ഇതിനോട് ഭാഗമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? നമ്മൾ ഈ ഷാലോ വാട്ടറിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ തലകൾ പൊക്കി വെള്ളത്തിന് മുകളിൽ നിന്നും ഓക്സിജൻ എടുക്കാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു ടൈമാണ് നമുക്ക് നോസ് എന്ന് പറയുന്ന മൂക്കും ലങ്സും ഫോം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ നമ്മുടെ ഗിൽസ് എന്ന് പറയുന്ന നമ്മുടെ മീനിന്റെ ചെഗ്ല എന്ന് പറയുന്ന സാധനത്തിലൂടെയാണ് അവർ വെള്ളത്തിനുള്ളിൽ നിന്നും ഓക്സിജൻ ഡയറക്റ്റ്ലി ഇൻടേക്ക് ചെയ്യുന്നതും ആ ചെഗ്ലയിലൂടെയാണ് അവർ പുറത്തേക്ക് വിടുന്നത്. എന്നാൽ അവിടെ നിന്നും നമ്മൾ ഈ പറഞ്ഞ അതേ മീന് ഈ പറഞ്ഞ ഷാലോ വാട്ടറിൽ വരികയും അവിടെ നിന്ന് തല പുറത്തേക്ക് ഇട്ട് അങ്ങനെ വർഷങ്ങളുടെ പരിണാമത്തിന് ശേഷമാണ് അവർ പുറത്തു നിന്നും ഓക്സിജൻ എടുക്കാൻ തുടങ്ങുന്നതും ആവശ്യമുള്ള ഓക്സിജൻ ഉള്ളിൽ സ്റ്റോർ ചെയ്യുകയും ബാക്കി വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ഈ പറയുന്ന നമ്മുടെ ഇതിലൂടെ പുറത്തേക്ക് വിടുന്നതൊക്കെ പരിണാമത്തിന്റെ ഭാഗങ്ങളാണ്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ലങ്സിലൂടെയും ഗിൽസിലൂടെയും ശ്വാസമെടുക്കാൻ കഴിയുന്ന മീനായിട്ട് നമ്മൾ പരിണമിക്കുകയാണ്. ആ മീനിൽ നിന്നും എക്തിയോസ്റ്റാഗ എന്ന് പറയുന്ന ഒരു ജീവിയിലോട്ടുള്ള പരിണാമമാണ് പിന്നെ നമുക്ക് സംഭവിക്കുന്നത്. അതായത് കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയായിട്ടാണ് നമ്മൾ പിന്നെ പരിണമിക്കുന്നത്. അങ്ങനെ നമ്മൾ പയ്യെ പയ്യെ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ കരയിലെത്തി കുറേ കാലം നമ്മൾ കരയിൽ ജീവിക്കുന്നു. കരയിൽ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വെള്ളത്തിലുണ്ടായിരുന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന തൊലിക്കട്ടി പോരാ കരയിൽ ജീവിക്കാൻ. കാരണം സൂര്യരശ്മി നേരെ നമ്മളെ ഹിറ്റ് ചെയ്യുകയാണ്. സോ നമ്മുടെ തൊലികൾ കൂടുതൽ കട്ടിയാവാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ നമുക്ക് കരയിൽ വെള്ളത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ അവസ്ഥയല്ല. നമുക്ക് കല്ലിലും മണ്ണിലും ഒക്കെ കൈ വെച്ച് നടക്കണം, ഇതാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ കാലുകൾ കൂടുതൽ കട്ടിയുള്ളതും റഫ് ആവാനും ഒക്കെ തുടങ്ങുകയാണ്. സോ ഇതൊക്കെ പരിണാമത്തിൻ്റെ ഉത്തരങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത്രയും കാലം വെള്ളത്തിൽ മുട്ടയിട്ടുകൊണ്ടിരുന്ന ഈ ജീവികൾ ഈ എക്തിയോസ്റ്റാഗയിൽ എത്തുമ്പോൾ അവർ കരയിലേക്ക് കൂടുതൽ നീങ്ങാനും കരയിൽ മുട്ടയിടാനും തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരുടെ എംബ്രിയോസിൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഒരു കവറിങ് വരികയാണ്. അതായത് നമ്മൾ ഈ വെള്ളത്തിൽ മുട്ടയിടുന്ന പോലെ അല്ലല്ലോ കരയിൽ മുട്ടയിടുന്നത്. സോ അതുകൊണ്ട് തന്നെ എവല്യൂഷന്റെ ഭാഗമായിട്ട് പരിണമിച്ചുകൊണ്ട് ഇവരുടെ മുട്ടകൾക്കൊരു തോട് രൂപപ്പെടുകയും കരയിൽ ഇവർക്ക് മുട്ടയിടാൻ കഴിയുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ വെള്ളത്തിൽ നിന്ന് മുട്ടയിടുന്നത് മാറ്റി കൂടുതൽ ഇവര് ഈ കരയിലോട്ട് ആളുകൾ വരാൻ തുടങ്ങുകയാണ്. ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജീവികൾ. അങ്ങനെ 340 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് കാസിനേറിയ എന്ന് പറയുന്ന കരയിൽ ജീവൻ കൊണ്ട, കരയിൽ മാത്രം ജീവിക്കാൻ പോകുന്ന ഒരു ജീവിയായിട്ട് നമ്മൾ പരിണമിക്കുന്നത്. അങ്ങനെ ഈ കാസിനേറിയ എന്ന് പറയുന്നത് ഒരു റെപ്റ്റൈൽ കാറ്റഗറിയിൽ പെട്ട ഒരു സാധനമായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെപ്റ്റൈലാണ്. നമുക്ക് സ്പീഡിൽ ഓടാൻ കഴിയുന്നുണ്ട്. നമുക്ക് പുതിയ പുതിയ മണങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ സെൻസസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ പതിയെ പതിയെ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ പല്ലുകൾ, നമ്മുടെ ജോസ് ഇതൊക്കെ വലുതാവുന്നുണ്ട്. നമ്മുടെ സ്കിന്ന്, നമ്മുടെ ബോഡി ടഫായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വർഷങ്ങളുടെ പരിണാമം കൊണ്ട് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മൾ അത്രയും കാലം നമ്മൾ കഴിച്ചിട്ടില്ലാത്ത അത്ര വേഗതയിൽ നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ജനിച്ച മുതൽ, നമ്മൾ ആ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആയിട്ട് വന്ന മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഇപ്പോഴാണ് നമ്മൾ ഏറ്റവും വേഗത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ ഈ പറയുന്ന റെപ്റ്റൈലായിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മളൊരു ഉടുമ്പിന്റെ ഒക്കെ അത്ര വലുപ്പമുള്ള ഒരു റെപ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മളെ ഭക്ഷിച്ചിരുന്ന ഈ പ്രോട്ടോസോറസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമ്മളിപ്പോൾ ഭക്ഷിക്കാൻ, അത് നമ്മുടെ ഏരിയയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സോ എവല്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൈബീരിയയിൽ ഒരു ഭൂമി രണ്ടായി പിളർന്ന് അവിടെ മോൾട്ടൻ ലാവ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഒരു ക്ലൈമാറ്റിക് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം എന്നൊക്കെ പറയുന്ന പോലെ. ഈ പറയുന്ന ഒരു സംഭവം നമ്മുടെ ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അത്രത്തോളം വലുപ്പമുള്ള ഏരിയ ഭൂമിയിൽ കവർ ചെയ്യുകയും 1000 അടിയോളം ഈ പറയുന്ന ലാവ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അന്നത്തെ ടെമ്പറേച്ചർ 100 ഡിഗ്രിക്ക് മേലെ പോയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ എമ്പാടും കെട്ടി നിന്നൊരു സമയമായിരുന്നു. അതും എത്ര, ഒരു 1/2 മില്യൺ വർഷക്കാലം ഇത് ഇതേ അവസ്ഥയിൽ തുടർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത്
അന്നുണ്ടായിരുന്ന 95% സ്പീഷീസ് എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അതിൽ ബാക്കി ഉണ്ടായിരുന്ന 5% പെട്ട ഒരു സ്പീഷീസ് നമ്മളും, ബാക്കി ഉണ്ടായിരുന്നതിൽ ഒരു സ്പീഷീസിൽ പെട്ട ആളുകളാണ് പിന്നെ ഡൈനോസറിന്റെ സ്പീഷീസ് ആയിട്ട് എവോൾവ് ചെയ്യുന്നതും. സോ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ അന്ന് നടന്നിട്ട് അന്ന് ഈ ചെടികളൊക്കെ നശിച്ചു പോവുകയാണ്. കാരണം കാർബൺ ഡയോക്സൈഡ് അത്രയും കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ, ഇത്രയും ടെമ്പറേച്ചർ റോസ് ആയ ഒരു സാഹചര്യത്തിൽ ചെടികൾ നശിക്കുകയും ചെടികൾ തിന്ന് ജീവിച്ചിരുന്ന ഇൻസെക്ട്സും മറ്റും അവരും നശിക്കുകയും ഈ ഇൻസെക്ട്സിനെ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന മൃഗങ്ങളും മറ്റും അവരെ ഭക്ഷിച്ചിരുന്ന മൃഗങ്ങളും എല്ലാം തന്നെ പെറിഷായി പോവുകയാണ്. സോ അതിൽ അവശേഷിച്ചത് ഭാഗ്യവശാൽ നമ്മളായിരുന്നു എന്ന് മാത്രം. അങ്ങനെ 220 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 30 മില്യൺ വർഷങ്ങൾക്ക് ശേഷം, സൈബീരിയയിലെ സംഭവം നടന്നതിന് ശേഷം 30 മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് എന്താവുന്നത്, ഇപ്പോൾ ഒരു പൂച്ചയുടെ വലിപ്പമുള്ള, മേത്തൊക്കെ നല്ല രോമമുള്ള ഒരു പൂച്ചയുടെ വലിപ്പമുള്ള ഒരു ജീവിയായിട്ട് നമ്മൾ പരിണമിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉള്ളതാരാണ്? നേരത്തെ ഞാൻ പറഞ്ഞ അവരുടെ ബാക്കി ആളുകളായിട്ടുള്ള ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡിനോസറുകളാണ്. അന്ന് ഇതിൽ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്പീഷീസിൽ നിന്നും എവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഡിനോസറാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡിനോസർ എന്ന് പറയുന്നത് ഇവരുടെ പൂർവികര് നമ്മളെ പൂർവികരെക്കാളും വളരെയധികം പെട്ടെന്ന് പരിണമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡിനോസർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ വിശപ്പുള്ള, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൃഗമായിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മുടെ സർവൈവൽ വീണ്ടും അവിടെ വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. കാരണം നമുക്ക് ഫുഡ് കിട്ടാനില്ല, ഈ മൃഗത്തിന്റെ മുന്നിലേക്ക് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അപകടത്തിലാണ്. സോ അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ 155 മില്യൺ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു പൂച്ച സൈസിലുണ്ടായിരുന്ന നമ്മൾ ഇന്ന് ഒരു എലിയുടെ അത്ര സൈസായി മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സർവൈവൽ തന്നെയാണ്. നമ്മളുടെ പരിണാമം സംഭവിക്കുന്നതെല്ലാം തന്നെ നമ്മളൊരു സാഹചര്യത്തെ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുത്തുന്ന മാറ്റങ്ങളാണ്. നമ്മളൊരു തണുപ്പുള്ള രാജ്യത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തൊലിയുടെ കട്ടിയുള്ള തൊലി ഉണ്ടാകും. അത് നമ്മൾ ആ തണുപ്പിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്ന മാറ്റമാണല്ലോ, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതല്ല. അതാണ് പരിണാമം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നിപ്പോൾ ഒരു എലിയുടെ അത്ര വലിപ്പമുള്ള ഒരു ചെറിയ റെപ്റ്റൈലാണ്. കാരണം ഈ ഡിനോസറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊത്തിലും മാളങ്ങളിലൊക്കെ ഒളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ പരിണമിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ പോലും അത്ര ചെറിയ കണ്ണുകളായി മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ കണ്ണുകൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ സമയങ്ങളിൽ നമ്മൾ അധികം ഒളിച്ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. രാത്രി സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ പുറത്തിറങ്ങി ഭക്ഷണം തേടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിന് വലിയ പണിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കേൾവിശക്തി, അതുപോലെ മണക്കുന്ന സെൻസസ്, മറ്റ് സെൻസുകളൊക്കെ കൂടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഡിനോസറിനോടും നമ്മൾ നന്ദി പറയണം. കാരണം ആ ഒരു സമയത്താണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലെ നിയോകോർട്ടെക്സ് എന്ന് പറയുന്ന പുതിയൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഭാവിയിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാനും കോംപ്ലക്സ് ടാസ്കുകൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഉപകരിച്ച ആ ഒരു നിയോകോർട്ടെക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായത് ഈ ഒരു സമയത്തായിരുന്നു. കാരണം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ അനലൈസ് ചെയ്യാനും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനൊത്ത തീരുമാനങ്ങൾ എടുക്കാനും റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഈ ഒരു കാര്യമുണ്ടായത് നമുക്ക് ഈ ഒരു എറയിലായിരുന്നു, ഈ ഒരു ഡിനോസറിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല നമ്മൾ അന്ന് വളരെ തണുപ്പേറിയ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. സോ നമുക്ക് വളരെ തിക്കായിട്ടുള്ള ഫറ് നമുക്കുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഡിനോസർ എപ്പോഴാണ് നമ്മളെ വന്ന് പിടിക്കുക എന്നറിയാത്തത് കൊണ്ട് തന്നെ. സോ ഈ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇവരുടെ ഈ പറയുന്ന എലികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായി. അതായത് അവരുടെ ഓരോ ഹെയറിന്റെ അടുത്തുള്ള ഹെയർ മസിൽസ് കോൺട്രാക്ട് ചെയ്യാനും ആ ഹെയറിനെ പൊന്തിച്ച് നിർത്താനും എയർ ട്രാപ്പ് ചെയ്യാനും തുടങ്ങി. അതായത് അവർക്ക് കുറച്ചുകൂടെ വാമായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ തുടങ്ങി. അതാണ് നമുക്ക് ഇന്നും നമ്മൾ മനുഷ്യരിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന, നമ്മൾ വിളിക്കുന്ന ഗൂസ് ബംസ് എന്ന് നമ്മൾ പറയാറില്ല, രോമാഞ്ചം എന്ന് പറയുന്ന സാധനം. തണുപ്പുണ്ടാകുമ്പോഴും നമ്മൾ പെട്ടെന്ന് പേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവുന്നത് ആദ്യമായിട്ടുണ്ടായ ജീവികളാണ് ഈ പറയുന്ന ജീവികൾ. അങ്ങനെ ഈ ഡിനോസറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിന് വളരെയധികം സ്ട്രോങ്ങർ ആവുകയും നമുക്ക് പുതിയ പുതിയ സെൻസുകൾ ഉണ്ടാകാനൊക്കെ തുടങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ മുട്ടയിടുന്ന ഒരു ജീവിയിൽ നിന്നും നമ്മൾ ജന്മം നൽകുന്ന ഒരു ജീവിയായിട്ട് പരിണമിക്കുകയാണ്. കാരണം മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ടയെല്ലാം ഈ പറയുന്ന ഡിനോസർ വന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ അവിടെ നിന്നും
മാറിക്കൊണ്ട് സ്വയം ജന്മം നൽകുന്ന ഒരു ഇതിലേക്ക് പരിണമിക്കുകയാണ്. വർഷങ്ങളുടെ സമയമെടുത്ത് നമ്മൾ പരിണമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികളെ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ വിട്ടുകൊടുക്കാതെ നമ്മൾ അവരെ നർച്ചർ ചെയ്യാൻ തുടങ്ങുകയാണ്, അവരെ പരിപാലിക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് പാല് കൊടുക്കാനുള്ള ഒരു സംവിധാനം, ഇത് സംവിധാനം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വർഷങ്ങളുടെ പരിണാമത്തിലൂടെ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ്സ് മാമറി ഗ്ലാൻഡ്സ് ആയിട്ട് മാറുകയും അതിൽ നിന്ന് പാല് ചുരത്താൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മളിത് വേറെ വെച്ച് പിടിപ്പിക്കുന്ന സെറ്റപ്പ് ഒന്നും അല്ല. സോ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ദൈർഘ്യം ആലോചിച്ചാൽ മതി. ഓക്കെ. സോ ഇങ്ങനെയൊക്കെ പോയിട്ട് ഈ പറയുന്ന ഇത്ര പോകുന്ന ഈ ഒരു എലിയിൽ നിന്നാണ് 4000-ഓളം വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷീസുകൾ ഇവോൾവ് ചെയ്ത് വരുന്നത് എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാര്യമാണ്. ഇതിൽപ്പെട്ട ഒരു സ്പീഷീസാണ് നമ്മളും. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാമലായിട്ടുള്ള നമ്മുടെ ബ്ലൂ വെയിൽ പോലും ഈ ഒരു എലിയിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ്. അങ്ങനെ 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിലെ യുക്കറ്റാൻ പെനിൻസുല എന്ന് പറയുന്ന ആ നാട്ടിൽ ഒരു ആസ്ട്രോയിഡ് വന്ന് ഹിറ്റ് ചെയ്യുകയും ഭൂമിയിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ പ്രകൃതി പ്രക്ഷോഭം ഉണ്ടാവുകയാണ്. ഈ ഒരു സംഭവം സംഭവിക്കുന്ന കാലത്ത് നമ്മൾ ഇത്ര ചെറുതായതുകൊണ്ട് തന്നെ, നമ്മളൊരു എലിയുടെ വലുപ്പമുള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സർവൈവ് ചെയ്ത് പോന്നിട്ടുണ്ട്. കാരണം ദിനോസറുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപ്പറ്റൈറ്റ് അന്ന് വളരെ വലുതാണ്. അവർക്ക് കൂടുതൽ ഫുഡ് കഴിക്കണം അവർക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചെടികൾ എല്ലാം നശിച്ചത് കൊണ്ട് തന്നെ ചെടികൾ കഴിക്കുന്ന മൃഗങ്ങൾ നശിച്ചു, അവർ കഴിക്കുന്ന മൃഗങ്ങളൊക്കെ നശിച്ചു പോയ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ദിനോസറുകൾക്ക് വലിയ ജീവികളെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അവർ പെറിഷായി പോവുകയാണെന്ന് ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ഭൂലോകത്ത് നിന്നും ഈ പറയുന്ന ദിനോസറുകൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സർവൈവ് ചെയ്തത് നമ്മൾ ഈ ചെറിയ ഇൻസെക്റ്റുകളെ, അതായത് ചെറിയ ചെറിയ പുഴുവിനെയും മറ്റുമൊക്കെ കഴിച്ച്, നമ്മൾ അന്ന് ഈ ദിനോസറുകൾ ഇങ്ങനെ മരിച്ച സമയത്ത് നമ്മളന്ന് കുഴികളുണ്ടാക്കി, കുഴികൾക്കടിയിൽ മാളങ്ങളിലും പോയി ഒളിച്ചിട്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷിക്കാൻ കിട്ടിയിരുന്നത് ഈ പറയുന്ന ഇൻസെക്ട്സിനെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ പറയുന്ന പർഗട്ടോറസ് എന്ന് പറയുന്ന ഒരു ജീവിയായിട്ട് എവോൾവ് ചെയ്യുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതായത് 64 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ പറയുന്ന പർഗട്ടോറസ് എന്ന് പറയുന്ന ഒരു മാമലായിട്ട് നമ്മൾ ഇവോൾവ് ചെയ്യുന്നത്. അന്നത്തെ ഈ മാമലുകളിൽ വെച്ച് മാമലുകളിലല്ല, അന്ന് ഉണ്ടായിരുന്ന സ്പീഷീസിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ സ്പീഷീസ് നമ്മളായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. സോ അതിനു മുമ്പായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ മതഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു പൊടി തരുമ്പെങ്കിലും കാണിച്ചു തരാനുണ്ടാവും. നമ്മൾ ഈ ഡൈനോസർ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഉദാഹരണം ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യനെ മണ്ണ് കുഴച്ചുണ്ടാക്കി, മനുഷ്യനെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി മൊത്തം സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ തിങ്കളാഴ്ച ബുധനാഴ്ച എന്നൊക്കെ പറയുന്ന മണ്ടൻ കഥയിൽ ഈ പറയുന്ന എന്തിൻ്റെങ്കിലും തെളിവ് ഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 165 മില്യൺ വർഷക്കാലത്തോളം ഡിനോസറുകളിൽ ഭൂമിയിൽ വാഴുന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹോമോസേപ്പിയൻസ് പോലും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് വെറും 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. 165 മില്യൺ വർഷം ജീവിച്ചവരാണ് ഡിനോസറുകൾ. ഈ ഡിനോസറുകളെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു പടച്ചോൻ, ഏതെങ്കിലും ഒരു അള്ളാഹ് അല്ലെങ്കിൽ ആരെങ്കിലും, യാഹോവേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്നതിൻ്റെ കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അന്ന് സയൻസ് ഇത്രത്തോളം വളർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ സയൻസിനെ മറ്റും തള്ളിപ്പറയുമ്പോൾ സയൻസ് മുട്ടുകുത്തുന്നില്ലേ എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വർഷങ്ങളുടെ മില്യൺസ് ഓഫ് വർഷങ്ങളുടെ മുന്നേ ജീവിച്ചിരുന്ന ഈ പറയുന്ന ജന്തുക്കളുടെ ഫോസിൽ പോലും കണ്ടെത്താനും അതിനെക്കുറിച്ച് പഠിക്കാനും അവർ കഴിച്ചിരുന്ന ഭക്ഷണം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ മ്യൂസിയത്തിൽ പോയപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അവിടെ ഈ പറയുന്ന ഡിനോസേഴ്സിൻ്റെ ഫോസിൽസും അവരുടെ സ്കെൽട്ടൻസും എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല ഭാഗത്തു നിന്നായിട്ട് കിട്ടിയിട്ടുള്ള ഇവരുടെ സ്കെൽട്ടൻസും ഫോസിൽസും. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നു. പക്ഷേ അപ്പോഴും നമുക്ക് കൈവിടാൻ പറ്റാത്തത് നമ്മൾ പഠിച്ച, അല്ലെങ്കിൽ മറ്റേ ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ പഠിച്ച ദൈവം സൃഷ്ടിച്ചു എന്ന ക്രിയേഷനിസം നമുക്ക് വിടാൻ നമുക്ക് കഴിയാത്തത്, അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുള്ളത് കൊണ്ടാണ്.
നമ്മൾ 2 കഥകൾ പഠിച്ചു. പഠിച്ച കഥയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത കഥ മറ്റേതും, ഇത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കഥയായതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. സോ നമ്മുടെ വീട്ടുകാർ നമ്മളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അതിനെ കൂടുതൽ പഠിക്കുക, അതിനെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ജീവിതം കഴിഞ്ഞാൽ നിനക്ക് അവിടെയും ഒരു ജീവിതമുണ്ട്, അത് നന്നാവണമെങ്കിൽ നീ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ ജീവികളുടെയും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് കിട്ടും. വ്യക്തിവ്യവസ്ഥയാകെ ആയാലും മറ്റേതായാലും മറിച്ചതായാലും അതിന്റെ പല തെളിവുകളും അത് പരിണമിച്ച രീതികളും, ഞാൻ പറഞ്ഞ ഗൂസ് ബംസ് ആയാലും മാമറി ഗ്ലാൻസ് ആയാലും എല്ലാം തന്നെ, ഇതൊക്കെ ഏതെങ്കിലും ഒരു ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതുണ്ടായതിന്റെ കാരണം ഇതാണ്? ഇല്ല. അവർക്കത് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ മൊറാലിറ്റിയും അന്നത്തെ അവരുടെ സയന്റിഫിക്കൽ വീക്ഷണങ്ങളും എന്ന് പറയുന്നത് വളരെ വീക്കാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കാലഘട്ടമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നാളെ ഇതിലും നല്ല വേർഷൻസ് വരും. സോ നമ്മൾ ഈ പൊട്ടക്കഥകൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതോടുകൂടി നമ്മൾ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അവരെ വളരെയധികം പിന്നോട്ട് നയിക്കുന്ന രീതിയാണ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, നിങ്ങൾ നിസ്കാരങ്ങളും മറ്റു കർമ്മങ്ങളും കൃത്യമായി ചെയ്തു പോയാൽ മതി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തൊരു ലോകത്ത് വലിയൊരു സംഭവം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ആ കുട്ടി മറ്റൊരു മതസ്ഥനെ കാണുമ്പോൾ നീ എന്നിൽപ്പെട്ടവനല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുട്ടി അവനെ വെറുക്കാനും അവൻ്റെ കൂടെ പല കാര്യങ്ങളിലും അവൻ്റെ മനസ്സിൽ അവനക്ക് ഇഷ്ടക്കേടുണ്ടാവാനും, ഒരു കല്യാണം വരുന്ന സമയത്ത് ഒരു 2 മതസ്ഥർ തമ്മിൽ ഒരു കല്യാണം നോക്കുമ്പോൾ അതിനെ എതിർക്കാനും പല മതപുരോഹിതന്മാർ ഇതിന് വലിയ വർത്താനം പറയാനൊക്കെ വരുന്നത് നമ്മൾ എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എത്ര ചെറിയ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഓർഗാനിസം ആണെന്നും നമ്മൾ എത്ര സാധാരണ ഒരു ജീവിയാണെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മറ്റവനെ പോലെ തുല്യനാണ് ഞാനെന്നും എനിക്ക് യാതൊരു സവിശേഷതയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. നമ്മൾ ഈ ഇസ്ലാമിൽ കാണുന്ന സ്വത്ത് കൊടുക്കുന്ന സമയത്ത് സ്ത്രീക്ക് പുരുഷനേക്കാൾ ഇത്ര കുറവ്, പുരുഷനാണ് സ്ത്രീയുടെ മേൽ അധികാരം, എന്തിന്റെ പേരിൽ? അവൻ ധനം ചെലവഴിക്കുന്നതിന്റെ പേരിൽ. നേരെ മറിച്ച് സ്ത്രീ ധനം ചെലവഴിക്കുകയാണെങ്കിൽ തിരിച്ചൊരു ലോ ഇസ്ലാമിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വിവരമില്ലാതായി പോയി എന്നുള്ളത് കൊണ്ടാണ്. വിവരമില്ലാതാവുന്നത് മാത്രമല്ല, നമ്മളൊരു വലിയ കമ്മ്യൂണിറ്റി നമ്മളെ ഇത്തരത്തിൽ നിലനിർത്തിക്കൊണ്ടേ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മൾ ചോദിക്കുക, അതൊന്നും എനിക്കറിയില്ലല്ലോ, അതൊക്കെ അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ മതപണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് മേടിക്കും? സജഷൻസും അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് വിചാരിച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്തു പോവുകയാണ്. സോ റിയാലിറ്റിയെ അടുത്ത് നിന്ന് കാണാൻ ശ്രമിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കാനുള്ള നമ്മുടെ പരിശ്രമമാണ് ഇതൊക്കെ. സോ എല്ലാവരും ഇത് തുടരണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.